കാട്ടാന ആക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ട യുവാവിന് വിട നൽകി നാട്. മുള്ളരിങ്ങാട് സ്വദേശി അമർ ഇബ്രാഹിമിന്റെ സംസ്കാര ചടങ്ങിൽ മന്ത്രി റോഷി അഗസ്റ്റിൻ ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു. വൻ ജനാവലിയുടെ സാന്നിധ്യത്തിലാണ് ഖബറടക്കം നടന്നത്. വന്യമൃഗ ആക്രമണത്തിൽ കാര്യക്ഷമമായി നടപടികൾ ഇല്ലാത്തതിൽ പ്രതിഷേധിച്ച് വണ്ണപ്പുറത്ത് ഹർത്താൽ ആചരിച്ചു. കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ട മുള്ളരിങ്ങാട് സ്വദേശി അമർ ഇബ്രാഹിമിന്റെ മൃതദേഹം ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും ജനപ്രതിനിധികളുടെയും സാന്നിധ്യത്തിൽ സംസ്കരിച്ചു. പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി മൃതദേഹം വസതിയിലെത്തിച്ചപ്പോൾ മന്ത്രി റോഷി അഗസ്റ്റിൻ ഉൾപ്പെടെ നിരവധി പേരാണ് അന്തിമോപചാരം അർപ്പിക്കാനെത്തിയത്. 23-കാരനായ അമർ ഡിഗ്രി പഠനം പൂർത്തിയാക്കി ജോലിക്ക് ശ്രമിക്കുന്നതിനിടെയാണ് അത്യാഹിതം ഉണ്ടായത്. അമറിന്റെ പിതാവ് തടിത്തൊഴിലാളിയാണ്. ഏക സഹോദരി ഷഹന സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരിയാണ്. നിർധന കുടുംബത്തിന്റെ പ്രതീക്ഷയായിരുന്ന യുവാവ് വന്യമൃഗാക്രമണത്തിൽ കൊല്ലപ്പെട്ടതിൽ വലിയ പ്രതിഷേധങ്ങളും ഉണ്ടായി. 10 ലക്ഷം രൂപ സർക്കാർ ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട്. 4 ലക്ഷം അടിയന്തര സഹായമായി അനുവദിച്ചു. അക്രമകാരികളായ കാട്ടാനകളുടെ സാന്നിധ്യം മുള്ളരിങ്ങാട് മേഖലയിൽ വലിയ ഭീതിയാണ് സൃഷ്ടിച്ചിട്ടുള്ളത്.